കയറാവുന്ന ആശുപത്രി എല്ലാം കയറി, ചെയ്യാവുന്ന വഴിപാടെല്ലാം ചെയ്തു, പക്ഷെ നിനക്ക് മാറ്റമില്ല. ഇന്ന് രാവിലത്തെ പ്രാർത്ഥന അഖിൽ മാറും. എവിടെ പോയാലും നിൽക്കത്തില്ല. നീ ജനിച്ച പിന്നെ സമാധാനം കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ അവസ്ഥ നീ ആവരുത്. എനിക്ക് ഏറ്റവും വലിയ ലഹരി യേശുവാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാം ലോകത്തിൽ. ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ, എന്റെ എല്ലാം എല്ലാം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഓ ഇമ്പവും നീയേ. എന്നെ കുറിച്ച് ഭയങ്കര സങ്കടമല്ലേ? എൻ്റെ പേരെന്തുവാ? അഖില്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥന അഖില് മാറും. എവിടെ പോയാലും നിൽക്കത്തില്ല. ഇവൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഈ മുടി നീട്ടി വളർത്തി ഇവനെ കാണുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞത്, ഒരു സാധനത്തിനകത്ത് ഇവനെ കൈവശം കൊടുത്തേക്കുവാ. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം അത് പൊട്ടിച്ചു കളയും. ഇവൻ ആള് മാറുന്ന പോലെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാവിലത്തെ പ്രാർത്ഥന ഉണ്ടാകാൻ പോവാ. പക്ഷേ നീ എന്നാ വരെ പഠിച്ചു? ജയിച്ചോ? ഇല്ല. എഴുതുന്നോ? ഇൻട്രസ്റ്റ് ഇല്ല അല്ലയോ? താല്പര്യമില്ല. പഠിക്കാനൊരു ഇഷ്ടമില്ല. ഈ ലഹരി ഉപയോഗം എന്ന് തുടങ്ങിയ? എത്ര വർഷമായി? അമ്മയ്ക്കറിയാം? ചെറുതായിട്ടറിയാം. നിർത്തണ്ടേ? നിർത്തണം. എത്ര വയസ്സുണ്ട് ഇപ്പം? 21 വയസ്സ്. ഞാൻ മുമ്പേ വിളിച്ചത് 16 വയസ്സ്. നിനക്ക് വയസ്സ് 21. നിനക്ക് എത്ര ഉണ്ട് വയസ്സ്? 21. നീയും നിർത്തണം എല്ലാ പരിപാടിയും. നിർത്തുമോ? ചുമ്മാ പറയുവാണോ? ഇല്ല. മറ്റേ 16കാരൻ എന്തേ? ബാ. കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ കാണുന്ന ഒരു ഭംഗിയാ. ബാബാ വിട്ടു നീ. ലഹരിക്കാരുടെ സംസ്ഥാന സമ്മേളനമാണ്. 16, 21, 21. ഇനിയുണ്ട് പൊക്കാൻ, ഇനിയുണ്ട്. ശരി. 3 പേരും. നാലാമത്തെ ആള്. ചേച്ചി പുറമോട്ടിറങ്ങി നിൽക്കുക. അവരെ അടുപ്പിച്ച് നിർത്തണം. ഈ 4 പേരും ഈ ജീവിതമാണ് ലഹരി, ദൈവമാണ് ലഹരി, കുടുംബമാണ് ലഹരി, മാതാപിതാക്കളാണ് ലഹരി. ഞങ്ങളുടെ ലഹരി ഇതാ. ഇന്നു വരെ ഒരു ലഹരി ഉപയോഗിച്ചിട്ടില്ലാത്ത ആളാണ് ഞാൻ. ഒരു ലഹരി ഉപയോഗിച്ചിട്ടില്ല. കള്ള് കുടിച്ചിട്ടില്ല, കഞ്ചാവ് വലിച്ചിട്ടില്ല, ശമ്പു വെച്ചിട്ടില്ല, ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല. അതെന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും വലിയ ലഹരി യേശുവാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാം ലോകത്തിൽ. വീട്ടിലെ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒട്ടും മുന്നോട്ട് പോകുന്നില്ല. അതാണ് വീട്. ഇവൻ എവിടെ ജോലിക്ക് പോയാലും നിൽക്കത്തില്ല. ഒരു സമയം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി വരും. ഇവനെ ഞാൻ കൊണ്ടുപോട്ടെ? എന്നോട് പോരുന്നോ? വരത്തില്ല. എല്ലാവരും വരുമെന്നാ പറയുന്നത്. അവൻ വരുന്നത്. അവൻ പേടിച്ചാ. പോയാലോ? പോയേക്കാം. എങ്ങ് നിൽക്കാൻ ഇഷ്ടമല്ലല്ലേ? എടാ അടി നിർത്തിയാലോ? നിർത്താം. ചുമ്മാ പറയാണോ? അല്ല, നിർത്തുവോ? അത് എത്ര വർഷമായിട്ടുണ്ട്? എത്ര വർഷമായിട്ട്? ഡോക്ടർമാരെന്തോ പറയുന്നേ? തല വിറയ്ക്കോ? കുഞ്ഞെ, വിറയ്ക്കുന്ന അസുഖം ഇന്ന് മാറിയാലോ? ഇന്ന് മാറാൻ പോവാ. യേശുവിനോട് 3 കാര്യം കൂടെ നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഞാൻ നിന്റെ അമ്മയുടെ കാതിൽ പറയും കേട്ടോ. പക്ഷെ ഞാൻ നിന്നോട് പറയുവാ, സുരേഷ് ബാസ്രേ, ഇവൻ വരുന്നില്ലെന്ന് പറഞ്ഞാലും ഇവൻ നമ്മുടെ കൂടെ നിൽക്കുന്നതായിട്ടാ കാണുന്നത്. നീ യേശുവിൻ്റെ ആളായിട്ട് മാറും. നിനക്ക് ഈ അസുഖം വന്നുകൊണ്ട് ഭയങ്കര സങ്കടം. സത്യം. നീ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. മാറിയെന്ന് ഒരുപാട് കരഞ്ഞു. തമ്പുരാനെ ഈ അസുഖം ഒന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞു. കയറാവുന്ന ആശുപത്രി എല്ലാം കയറി,
ചെയ്യാവുന്ന വഴിപാടെല്ലാം ചെയ്തു, പക്ഷെ നിനക്ക് മാറ്റമില്ല. കുഞ്ഞെ, ഇന്ന് ദൈവം എന്നോട് പറയുക, ഇനി നീ തലവെട്ടി താഴെ വീഴത്തില്ല. ഇന്ന് രാവിലത്തെ പ്രാർത്ഥന ദൈവം നിന്നെ സൗഖ്യമാക്കാൻ പോവാ. എല്ലാരും ഒന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ഒന്ന് ചേർന്നൊന്ന് വിളിച്ച ആ നാമത്തെ. അവൻ അത്ഭുതത്തിന്റെ ദൈവമാണ്. കൊച്ചേ, അത് ഞാനിപ്പോ പറയത്തില്ല പബ്ലിക്കായിട്ട്, അത് പറയുന്നില്ല. വേണ്ട, വീട്ടില് സമാധാനം എന്ന് പറഞ്ഞ സാധനം ഇല്ല. എത്ര പിള്ളേരാ? ഇവനും ഈ കുട്ടികളുള്ളതുകൊണ്ടാ ജീവിച്ചത്. നമ്മൾ ഇവർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. ഇനി ഒരു ലഹരിയും തൊട്ടുപോയേക്കരുത്. ഇവിടെ നിന്ന് ഇപ്പൊ സത്യം ചെയ്ത് പ്രാർത്ഥിക്കണം. തൊടുവോ ഇനിയും? ഇല്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ജീവിക്കില്ലേ? ജീവിക്കും. ഇവൻ മാറും. ഇനിയും ഇവൻ ഈ അസുഖം വരത്തില്ല. ഇന്ന് ഈ അസുഖത്തിന്റെ ചരട് ദൈവം പൊട്ടിച്ചു കളയും. കുഞ്ഞെ, നീ ബിനീഷിനെ പോലെ സാക്ഷ്യം പറയണം. യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് പറയില്ലേ? എടാ, അപ്പന്റെ അവസ്ഥ അറിയത്തില്ലേ? കുടിയല്ലേ? സ്വസ്ഥതയുണ്ടോ? ഇല്ല. നീ ജനിച്ച പിന്നെ സമാധാനം കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ അവസ്ഥ നീ അവരാകരുത്. നിന്റെ അമ്മയുടെ പ്രാർത്ഥനയാത്. നിന്റെ അമ്മ ഒത്തിരി കരഞ്ഞാടാ. അതാ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നേ. ഇന്ന് രാവിലെ ദൈവം എന്നോട് ഒരു കാര്യം കൂടെ പറയുക. നീ ദൈവത്തിന്റെ സാക്ഷിയായിട്ട് ഒരു രോഗമില്ലാതെ ഒരു രാജ്യം വരെ കടന്നു പോകുന്ന പോലെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ ഉണ്ടാകാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും ഇന്ന് രാവിലെ ദൈവത്തിന് ഇത് പോരാ. ദൈവമക്കളെ, ആ കൈയൊന്നടിച്ച് ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നത് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയും ഒരു ദൈവത്തിന്റെ സാന്നിധ്യവുമേ. ഉടമന മഹന്തല വൈഡപ്രഭന അടൽ പ്രഭന ഘടക സന്തരാധന. കുഞ്ഞെ, ഇന്ന് വീട്ടിൽ പോയിട്ട് തലമുടി വെട്ടണം. വെട്ടൂലേ? തലമുടി വെട്ടണം. തലമുടി വെട്ടി ഏപ്രിൽ 1 തൊട്ട് ഉപവാസ പ്രാർത്ഥനയാണ്. അതിന് വരണം. അവിടെ വന്നിരിക്കണം. ഒരു 7 ദിവസം വിട്ടേക്കണം. അവൻ വരും. ചോദിച്ചാൽ മതി. അവൻ വരും. 7 ദിവസം വന്നിരുന്നേക്കണം. ഇരിക്കൂലേ? പോരെ? അവൻ വരും. ഒരു ഗുളികയില്ലാതെ അവൻ സൗഖ്യമാവും. ഇവന്റെ അച്ഛനെ പോലെ ഇവൻ വരത്തില്ല. ഇവൻ ഒരു അത്ഭുതമായിട്ട് മാറും. കർത്താവ് എന്നോട് പറഞ്ഞ അവന്റെ ജീവിതം ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ എന്റെ ദൈവം മാറ്റാൻ വേണ്ടി തുടങ്ങുക. സഭയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും ഇന്ന് രാവിലെ ആദരവൊന്ന് തുറന്ന് നാമൊന്ന് ചലിപ്പിച്ച് ആ നാമത്തിനൊന്ന് നന്ദി പറഞ്ഞ ഉടിയാനക ശബ്ദരാ യേശുവിന്റെ നാമത്തിന്റെ അത്ഭുതം. എന്നോട് ദൈവം പറയുക, കഴിഞ്ഞ 2 വർഷം പുറകിൽ ഇവനെ നിത്യരോഗിയാക്കി കളയാൻ വ്യാപരിച്ചൊരാധിപത്യത്തിന്റെ കെട്ടുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവം അത് പൊട്ടിച്ചു കളയാൻ പോകുകയാ. മാറാ രോഗങ്ങൾ മാറിപ്പോകയാ. ഇന്നത്തെ പ്രാർത്ഥനയിൽ നീ സൗഖ്യമായിട്ടുണ്ട്. ഇനി ഒരു മരുന്നും അതിനുവേണ്ടി കഴിക്കേണ്ടി വരത്തില്ല. ഇത് ഫ്രീക്വൻസ് ആയിട്ട് താഴെ വീഴുമോ അതോ വല്ലപ്പോഴും ആണോ? തല ഇങ്ങനെ വിറയ്ക്കും. നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി സങ്കടപ്പെട്ടില്ലയോ? കരഞ്ഞു ഒത്തിരി. അതൊരു എത്ര വർഷം മുമ്പ് തുടങ്ങിയതാ? ഒത്തിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർക്ക് എവിടാ? മധുര വരെ കൊണ്ടുപോയി. ഒത്തിരി പൈസ മുടക്കിയ. മധുരയിൽ പോയിട്ട് വിടുതലില്ലാത്തത് ഇന്ന് കട്ടപ്പനെ വിടുതൽ നടക്കുക. നിങ്ങൾക്കൊരു സന്തോഷമുണ്ട്, ഒന്ന് കൈയടിച്ച് ദൈവത്തിന് ഉറച്ചൊരാമീൻ പറയാൻ പറ്റുന്ന
സകല ദൈവത്തിന്റെ മക്കളും കൂടെ അല്പനിമിഷം ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും കൂടി ആ നാമത്തെ ഒന്ന് വിളിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ ഈ ജീവിതം അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ ഈ